എല്ലാവർക്കും ഇൻസൈറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പത്മകുമാർ. അപ്പോൾ ഇന്ന് നമ്മൾ PSCയുടെ മത്സര പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് വരാൻ പോകുന്നത് ഈ ആഴ്ചകളിൽ വരാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ്, അതിനൊക്കെ ചോദിക്കുന്ന മെന്റൽ എബിലിറ്റിയുടെ ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെയുള്ള റിലേറ്റഡ് മോഡൽ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം 125, 135, 120, 130, 115, തൊട്ടടുത്ത ടേം അത്ര. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 5 ടേമുകൾ തന്നിട്ടുണ്ട്. അടുത്ത ആളിനെ കണ്ടുപിടിക്കാം. നമ്മൾ ഇങ്ങനെ ഒരു സീക്വൻസ് തരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യും? ആദ്യം ഒരു ഡിഫറൻസ് ആവും ഇല്ലേ? ഇവിടെ 10 കൂടി, അതിനുശേഷം ഇവിടെ 15 കുറഞ്ഞു, വീണ്ടും 10 കൂടി, വീണ്ടും എത്ര കുറഞ്ഞു? 15 കുറഞ്ഞു. അടുത്ത് വീണ്ടും അപ്പൊ എത്ര കൂടും? 10 കൂടും ഇല്ലേ? 125, 135 ആവാൻ 10 കൂടി. അടുത്ത് 135, 120 എത്ര കുറഞ്ഞു? 15 കുറഞ്ഞു. വീണ്ടും 120, 130 ആകാൻ 10 കൂടി, വീണ്ടും അത് എത്ര കുറഞ്ഞു? 15 കുറഞ്ഞു. അപ്പൊ വീണ്ടും അടുത്ത് എത്ര കൂടും? 10 കൂടും. സോ 115 എന്ന് പറയുന്നത് 125 ആയിട്ട് മാറും. ഓക്കെ, ഇത് ഒരു അപ്രോച്ചാണ്. ഇനി ഇത് നമുക്ക് വേറെ രീതിയിലും സോൾവ് ചെയ്യാം. ഇങ്ങനെ കുറെ ടേമുകൾ തന്നിട്ട് ചില ആൾക്കാർ കൂടുന്നു കുറയുന്നു അങ്ങനെ പാറ്റേൺ വരുമ്പോൾ അത് പൊതുവെ 2 പാറ്റേണുകളുടെ മിശ്രിതം, അതായത് 2 പാറ്റേൺ കമ്പൈൻ ചെയ്ത് തന്നതാവാനാണ് സാധ്യത. ഇവിടെ നോക്കാം, ഈ 125 ഞാൻ ഒന്നിടവിട്ട ആൾക്കാരെ മാത്രം എടുക്കുന്നു. ഓക്കെ, 125, 120, 115 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് രണ്ടാമതായിട്ട് 135, 130 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന രണ്ടാമതൊരു സീക്വൻസ് ഉണ്ട്. അതായത് ഇവിടെ രണ്ട് സീക്വൻസുകളെ മിക്സ് ചെയ്ത് തന്നേക്കുന്നതാണ്. ഇതിലൊരാള്, അടുത്ത ആരായിരിക്കും? ഈ സീക്വൻസിൽ വരുന്ന ഒരാളായിരിക്കും ഇല്ലേ? ഇവിടെ നോക്കിയാൽ 125 കഴിഞ്ഞ് 135, ഇത് കഴിഞ്ഞാൽ ഇത്, വീണ്ടും ഇത് അടുത്ത്, ഇത് കഴിഞ്ഞാൽ അടുത്ത് എന്തായിരിക്കും? ഈ സീക്വൻസിലുള്ള ഒരാളായിരിക്കും. ഈ സീക്വൻസിൽ അടുത്ത ആളാരായിരിക്കും? 135, 130 ആയി. എത്ര കുറഞ്ഞു? 5 കുറഞ്ഞു. അപ്പൊ വീണ്ടും അടുത്ത് എത്ര കുറയും? 5 കുറയും. 125 എന്ന് കിട്ടും നമ്മുടെ ഉത്തരം. അപ്പൊ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. പൊതുവെ പല ചോദ്യങ്ങളും ഉത്തരം വലുത് വരുന്നത് ഏത് രീതിയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്? 2 സീക്വൻസുകളുടെ കോമ്പിനേഷൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അല്ലാതെ നമുക്ക് നോക്കിയാലും എടുക്കാനായിട്ട് പറ്റും. അപ്പൊ 2 രീതിയുണ്ട്, രണ്ടും ഞാനതിൽ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇത് എളുപ്പമുള്ള ഒരു ചോദ്യമല്ലേ? നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഇൻറ്റു ഈക്വൽ ടു മൈനസ്, ഡിവൈഡ് ഈക്വൽ ടു പ്ലസ്, പ്ലസ് ഈക്വൽ ടു ഡിവൈഡ്, മൈനസ് ഈക്വൽ ടു ഇൻറ്റു എങ്കിൽ 8 ഡിവൈഡ് ബൈ 10 മൈനസ് 3 പ്ലസ് 5 ഇൻറ്റു 6. ഇതിന്റെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. ഇവിടെ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? തന്നിരിക്കുന്നതിനകത്ത് തന്നിരിക്കുന്ന ചിഹ്നങ്ങളെ ശ്രദ്ധിക്കുക. ആ ചിഹ്നങ്ങളെ തന്നിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? മാറ്റി എഴുതുക. വേറെ ഒന്നും ചെയ്യണ്ട, തന്നിരിക്കുന്ന ചിഹ്നങ്ങളെ മാത്രം മാറ്റി എഴുതിയാൽ മതി. അപ്പൊ ആദ്യം ഇവിടെ നമ്പറുകൾക്കൊന്നും മാറ്റമില്ല, 8 അതുപോലെ എഴുതി. അടുത്ത ഇവിടെ ചിഹ്നം എന്താണ്? ഡിവൈഡ്. ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ആരെന്ന് പറഞ്ഞിട്ടുണ്ട്? പ്ലസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത് 10 എഴുതി. അടുത്ത് കിടക്കുന്ന ചിഹ്നം ഏതാണ്? മൈനസ്. മൈനസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇൻറ്റു 3. അടുത്ത ചിഹ്നം പ്ലസ് ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആണ്. അടുത്ത 5 ഇൻറ്റു എന്ന് പറഞ്ഞാൽ ആരാണ്? മൈനസ് ആണ്, 6. ഓക്കെ, അപ്പൊ തന്നേക്കുന്നതിനെ എന്ത് ചെയ്തു? ഒന്ന് റീഅറേഞ്ച് ചെയ്ത്. അടുത്ത് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ബോർഡ് മാസ്റ്റർ റൂൾ അനുസരിച്ചാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ആദ്യം ഡിവിഷൻ ചെയ്യണം. 3 ഡിവൈഡ് ബൈ 5. അത് നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 8 പ്ലസ് 10 ഇൻറ്റു 3/5 ഇങ്ങനെ തന്നെ എഴുതി, മൈനസ് 6. ഓക്കെ, ഇനി അടുത്തായിട്ട് 10 ഇൻറ്റു 3/5. 10 ഇൻറ്റു 3 എത്ര കിട്ടും? 30 എന്ന് കിട്ടും. അപ്പോൾ 8 പ്ലസ് 30/5 മൈനസ് 6. 30/5 എത്രയാണ്? 6. അപ്പോൾ 8 പ്ലസ് 6 മൈനസ് 6 പ്ലസ് 6 മൈനസ് 6 ക്യാൻസൽ ആയി പോകും. നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ ഉത്തരം എത്രയാണ്? 8. ഓക്കെ, ഈ ജസ്റ്റ് ചിഹ്നങ്ങൾ മാറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മാറ്റിയാൽ മതി. വേറെ ഇതിനകത്ത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. നമുക്ക് അടുത്ത ചോദ്യം സാധാരണഗതിയിൽ ഒരുപാട് പേര് പരീക്ഷയ്ക്ക് പോകുമ്പോൾ തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ചെയ്യാതെ വരുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ പാറ്റേൺ എങ്ങനെയാണ് പോയേക്കുന്നത് മനസ്സിലാക്കിയാൽ മതി. ഒരു കോഡ് ഭാഷയിൽ ബോയ് എന്നത് 7 ആണ്, ഗോഡ് എന്നത് 9 എങ്കിൽ ബാഡ് എന്നത് എത്ര? ഓക്കെ, അപ്പൊ ഇവിടെ പൊതുവെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ലെറ്ററുകളുടെ എല്ലാം പൊസിഷൻ വാല്യൂ എടുക്കുക. അപ്പൊ എന്താണ് പൊസിഷൻ വാല്യൂ എന്ന് നോക്കാം. നമുക്ക് ABCD ഇങ്ങനെ ലെറ്റർ ഉണ്ടല്ലോ, ABCD EFG H എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഇതില് എക്ക് 1, ബിക്ക് 2, സിക്ക് 3, ഡിക്ക് 4 ഇങ്ങനെ അത് എത്രാമത്തെ ലെറ്റർ ആണ് എന്നുള്ള ഓർഡർ ഒന്ന് നോക്കാം. അത് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓർഡർ എഴുതി, ഓർഡർ കാണാതെ ചില ആൾക്കാരൊക്കെ പഠിച്ചു വെക്കും. ഇജോട്ടി എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. ഇത് 5, 10, 15, 20, 25 ഇജോട്ടി. ഈ കോഡ് വെച്ചിട്ട് ഇ എന്ന് പറയുന്ന 5ാമത്തെയാണ്, ജെ 10ാമത്തെ ലെറ്റർ ആണ്, ഒ 15ാമത്തെയാണ്, ടി 20ാമത്തെയാണ്, വൈ 25ാമത്തെയാണ്. ഇങ്ങനെ ഒരു കോഡ് ഉണ്ട്. അപ്പൊ ഈ 5 പേരെ നമുക്ക് ഈ കോഡ് ഉപയോഗിച്ച് ഓർത്തിരിക്കാം. ഇതുപോലെ പല പല ലെറ്ററുകൾക്ക് ഓരോ തരത്തിലുള്ള കോഡുകൾ യൂസ് ചെയ്യാറുണ്ട്. മീൻസ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ട്രിക്കുകൾ യൂസ് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റുന്നവർ ഓർത്തിരിക്കാം. നമ്മളിപ്പോ ഇവിടെ ഈ ലെറ്ററുകളെ എല്ലാം നമുക്ക് പെട്ടെന്ന് എഴുതിയെടുക്കുമ്പോൾ എങ്ങനെ കിട്ടും എന്നുള്ളത് ആദ്യം നോക്കാം. A B C D E F G H I
ജെ കെ എൽ എം. ഓക്കെ, ഇത് എഴുതുന്ന സമയത്ത് എ മുതൽ എം വരെ ഒരു വരിയിൽ എഴുതാം. അതിനുശേഷം രണ്ടാമത്തെ വരി തിരിച്ചെഴുതാം. എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ്. ഓക്കെ, ഫസ്റ്റ് വരി എപ്പോഴും എം വരെ എഴുതാവും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വരി തിരിച്ചെഴുതാം. ആകെ 26 ലെറ്ററുകളാണ് ഉള്ളത്. അതിൽ 13 മുകളിൽ നമ്മൾ എഴുതി, 13 തിരിച്ചെഴുതി. ഇനി നമ്പർ കൊടുക്കാം 1 2 3 4 5 6 7 8 9 10 11 12 13. ഓക്കെ, അടുത്ത് തിരിച്ച് വരും 14 15. അങ്ങനെ നമുക്ക് 26 വരെ എന്ത് ചെയ്യാം, നമ്പർ കൊടുക്കാം. ഇങ്ങനെ എഴുതുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ തന്നിരിക്കുന്നത് ഒരു കോഡിനെ വേറൊരു കോഡ് ആക്കിയായിരിക്കാം മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്നതിന് ചിലപ്പോൾ ഡബ്ല്യു എന്നായിരിക്കും ഒരു കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്, ഡിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആളാണ് ഡബ്ല്യു. ഓക്കെ, ജി എന്ന് പറയുന്നതിന് തന്നേക്കുന്നതിന് ചിലപ്പോൾ ടി എന്നായിരിക്കാം കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആളാണ് ടി. അത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്, ചില സമയങ്ങളിൽ നമ്പറിൽ കൊടുക്കുന്നത് റിവേഴ്സ് ഓർഡറിലായിരിക്കും. അതായത് ഇസഡിന് 1 വൈക്ക് 2 അങ്ങനെ പോയി ബി 25ാമത്തെ ആള്, എ 26ാമത്തെ ആള്, അങ്ങനെ ആയിരിക്കാം നമ്പറിങ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് തിരിച്ചറിയാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ബെനിഫിറ്റ്, എ മുന്നിൽ നിന്ന് 1ാമത്തെ ആള്, പിന്നിൽ നിന്ന് 26ാമത്തെ ആള്. ഇവിടെ നോക്കിയേ, എൽ എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് 12ാമത്തെ ആള്, പിന്നിൽ നിന്ന് 15ാമത്തെ ആള്. ഓക്കെ, അപ്പൊ അങ്ങനെ മുകളിൽ നിന്ന് പറയുന്നുള്ളൂ. ഇനി ഓ എടുത്തു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് വരുമ്പോൾ 15ാമത്തെ ആള്, പിന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 12ാമത്തെ ആള്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു നമ്പറിന്റെ അല്ലെങ്കിൽ ഒരു ലെറ്ററിന്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള പൊസിഷൻ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ലെറ്ററിന്റെ ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ആയിരുന്നു നമുക്ക് ഈ കോഡിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ചോദ്യം നോക്കാം. ബോയ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ കോഡുകൾ നോക്കാം. ബി എന്ന് പറയുന്നത് എത്രയാണ്, 2 പ്ലസ് ഒ എന്ന് പറയുന്നത് എത്രയാണ്, 15 പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ വരുന്നത് 25 25 ഇത് 26, സോ 25. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കാം. 20 30 40 42. എനിക്കിവിടെ കൊടുത്തേക്കുന്നത് എന്താണ്, 7 ആണ്. പ്രത്യേകിച്ച് ബന്ധമൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ഇതിനും കൂടെ ഒന്ന് കോഡ് ചെയ്ത് നോക്കുന്നു. ജി ഒ ഡി, ജിയുടെ എത്രയാണ് 7, ഒയുടേത് 15, ഡിയുടേത് 4. സോ ഇത് ആഡ് ചെയ്ത് നോക്കാം. 10 20 22 22 4 26. ഇവിടെ തന്നിരിക്കുന്ന കോഡ് എത്രയാണ്, 9 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഡിജിറ്റുകളെ വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 4 പ്ലസ് 2, 4ഉം 2ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും, 6 എന്ന് കിട്ടും. 2ഉം 6ഉം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും, 8 എന്ന് കിട്ടും. എനിക്ക് തന്നിരിക്കുന്ന ആളെ അല്ല വീണ്ടും കിട്ടിയത്. പക്ഷെ നോക്കിയേ, ഞാൻ ലെറ്ററുകൾക്ക് എന്ത് കൊടുത്തു, പൊസിഷൻ വാല്യൂ കൊടുത്തു. അതിനെ ആഡ് ചെയ്ത് എനിക്ക് ഒരാളെ കിട്ടി. അത് ഞാൻ വീണ്ടും ആഡ് ചെയ്ത് ഒരു സിംഗിൾ ഡിജിറ്റ് ആക്കി മാറ്റി. ഇവിടെ 6 എന്ന് കിട്ടി. 6നോട് വീണ്ടും 1 കൂട്ടിയാൽ എത്ര കിട്ടും, 7 കിട്ടും ഇല്ലേ. അതുപോലെ ഇവിടെ പൊസിഷൻ വാല്യൂ എടുത്തു, അതിനെ കൂട്ടി, അതിനെ സിംഗിൾ ഡിജിറ്റ് ആക്കി 8 എന്ന് കിട്ടി. ഈ 8നോട് വീണ്ടും 1 കൂട്ടിയാൽ എത്ര കിട്ടും, 9 കിട്ടും. സോ പൊസിഷൻ വാല്യൂ ആഡ് ചെയ്ത് സിംഗിൾ ഡിജിറ്റ് ആക്കിയതിനു ശേഷം അതിനോട് 1 കൂട്ടിയതാണ് എനിക്കുള്ള കോഡ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ബാഡിന്റെ കോഡ് എന്തായിരിക്കും, ബിയുടെ പൊസിഷൻ എത്രയാണ്, 2 പ്ലസ് എയുടെ എത്രയാണ്, 1 പ്ലസ് ഡിയുടെ എത്രയാണ്, 5. എല്ലാം കൂടെ ആഡ് ചെയ്യാലോ, 5 6 7 8. സോ 8 എന്ന് കിട്ടും. അതിനോട് എത്ര കൂടെ കൂട്ടണം, 1 കൂടി കൂട്ടണം. സോ ബാഡ് എന്ന് പറയുന്നതിന്റെ കോഡ് എത്രയായിരിക്കും, 9 ആയിരിക്കും. ഇവിടെ നമ്മൾ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഈ ചോദ്യത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. രണ്ടാമത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ, എ മുതൽ എം വരെയും എൻ മുതൽ ഇസഡ് വരെയും എഴുതുക, റിവേഴ്സ് ഓർഡറിൽ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കുറെ ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട്, ശരി തന്നെ, ഇജോട്ടി എന്നും അതുപോലെ തന്നെ കുറെ ട്രിക്കുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനെ ഓർത്തിരിക്കാം. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ്, ഇതിനകത്ത് നമുക്ക് ഏത് ടൈപ്പ് ചോദ്യം വേണമെങ്കിലും ഇതിനകത്ത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓപ്പോസിറ്റ് എത്ര വേണമെങ്കിലും എടുക്കാം, പൊസിഷൻ വാല്യൂ എടുക്കാം, ബാക്കിൽ നിന്നുള്ള പൊസിഷൻ നമ്പർ എടുക്കാം, എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത പുസ്തകത്തില് ഒറ്റയാനാരെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ കുറച്ച് 6 സംഖ്യകൾ തന്നിട്ടുണ്ട്. ഈ 6 സംഖ്യകളിൽ ഏതോ ഒരെണ്ണം, ഇതെന്തോ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന കുറച്ച് നമ്പേഴ്സ് ആണ്. പക്ഷെ ഏതോ ഒരാൾ മാത്രം ആ പാറ്റേൺ ഫോളോ ചെയ്യത്തില്ല. അത് ആരെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. 56 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. 56 72 ആകണമെങ്കിൽ എത്ര കൂടണം, 56നോട് 14 കൂട്ടിയാൽ എത്ര കിട്ടും, 72 കിട്ടും. ഓക്കെ, ഈ 72നോട് 18 കൂട്ടിയാൽ ഇല്ലേ, 72 10 82 8, 18 കൂട്ടുമ്പോൾ 90 കിട്ടും. ഈ 90നോട് എത്ര കൂട്ടിയാൽ, 20 കൂട്ടിയാൽ 110 കിട്ടും. അപ്പൊ നമുക്കിവിടെ ഒരു പാറ്റേൺ ഉണ്ട്, 16 18 20, 2 വെച്ച് കൂടി പോകുന്നു ഇല്ലേ. ഇവർക്ക് വീണ്ടും ഡിഫറൻസ് എടുത്താൽ 2 വീണ്ടും 2, സോ 2 വെച്ച് വീണ്ടും കൂടുന്നു. അപ്പൊ അടുത്ത് എത്ര കൂടും, വീണ്ടും ഒരു 2 കൂടണം അല്ലെ. അപ്പൊ 22 കൂടണം. സോ 110നോട് 22 കൂട്ടിയാൽ 132, അതും ശരിയാണ്. അപ്പൊ വീണ്ടും അടുത്തൊരു 2 കൂടണം. സോ 22 എന്നുള്ളത് 24 ആകണം. 132നോട് 24 കൂടിയാൽ 156 ആണ് കിട്ടുന്നത്, 150 അല്ല. അതായത് ഈ തന്നിരിക്കുന്ന പാറ്റേൺ ഫോളോ ചെയ്യണമെങ്കിൽ ഇവിടെ വരേണ്ട ആൾ ആരായിരിക്കണം, 156 ആയിരിക്കണം, അല്ല 150 ഒന്നും പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഒറ്റയാൻ ആരാണ്, 150 ആണ്. ഇനി രണ്ടാമത് നമുക്ക് ഒരു ലോജിക് കൂടെ നോക്കാം. ഈ 56 ഇങ്ങനെ എഴുതാം, 7 × 8 എന്ന് എഴുതാം ഇല്ലേ. അടുത്ത് 72നെയോ 8 × 9 എന്ന് എഴുതാം. അടുത്ത 90നെ 9 × 10 എന്ന് എഴുതാം. 110നെ 10 × 11 എന്ന് എഴുതാം. ഇവിടെ നോക്കിയേ, 7 × 8 8 × 9 9 × 10 10 × 11. അടുത്തായിട്ട് 11 × 12 12 × 13. ഇതാണ് പാറ്റേൺ വരേണ്ടത് അല്ലേ. അപ്പൊ 10 × 11 110, അത് ശരി. 11 × 12 132, അതും ശരി.
12x13 എന്ന് പറയുന്നത് എത്രയാണ്? 156 പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് 150. അപ്പോൾ ലോജിക്കൽ റീസണിങ്ങിന്റെ ചോദ്യങ്ങളുടെ പ്രത്യേകത നമുക്ക് ഒരു വഴിയിലല്ല ഉത്തരം എടുക്കാൻ പറ്റുന്നത്. ഒരുപാട് രീതികൾ ഇനിയും ചിന്തിച്ചു കഴിഞ്ഞാൽ വേറെയും പല രീതികൾ കിട്ടും. ഒരു ചോദ്യം തന്നെ പല രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് രണ്ടാമത്തെ ഒരു മെത്തേഡ് പറഞ്ഞത്. നമ്മളിങ്ങനെ ഒരുപാട് മെത്തേഡുകൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അബ്സോർബ് ചെയ്ത് വെച്ചേക്കുക, അത് പഠിച്ചു വെച്ചേക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും അതിൽ കത്തുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുന്നത്, ചില ആൾക്കാർക്ക് ഇതായിരിക്കാം, ചിലപ്പോൾ വേറെ ചില ആൾക്കാർക്ക് വേറെ ഏതെങ്കിലും ആയിരിക്കാം. ഓക്കെ, പല പല മെത്തേഡുകൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു വെക്കുക. അല്ലാതെ ഒരു ക്വസ്റ്റിന് ഒരു മെത്തേഡ് അങ്ങനെ ഒരിക്കലും പോരുത് റീസണിങ് ക്വസ്റ്റിനെ സംബന്ധിച്ച്. നമുക്ക് അടുത്ത ചോദ്യത്തിൽ, ഒരു വരിയിൽ രഘു മുന്നിൽ നിന്ന് 13-ാമനാണ്, പിന്നിൽ നിന്നും 6-ാമനും എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഏറെക്കുറെ 90% പരീക്ഷകളിൽ, 90% എന്നല്ല, ഏറെക്കുറെ എല്ലാ പരീക്ഷകളിലും എന്ന് തന്നെ പറയാം, റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യം സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരാളുടെ സ്ഥാനമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ ആദ്യം ഒന്ന് പറയാം. ഒരു വരിയിൽ ഒരു 8 പേരുണ്ടെന്ന് കരുതുക. 8 പേരുണ്ട്. ഓക്കെ, 2, 4, 6, 8. ഓക്കെ, ഈ ആളുടെ സ്ഥാനം ഞാൻ എടുക്കുവാണ്. ഇയാള് മുന്നിൽ നിന്ന് എത്രാമതാണ്? 1, 2, 3, 4, 5, 6-ാമനാണ് അല്ലേ? അപ്പൊ മുന്നിൽ നിന്ന് 6-ാമനാണ്. പിന്നിൽ നിന്ന് എത്രാമനാണ്? 3-ാമനാണ് ഇല്ലേ? ഇനി ഈ മുന്നിൽ നിന്ന് ഇയാളുടെ സ്ഥാനം 6, പിന്നിൽ നിന്ന് ഇയാളുടെ സ്ഥാനം 3. 6 3 കൂട്ടിയാൽ എത്ര കിട്ടും? 9 എന്ന് കിട്ടും. പക്ഷെ എന്റെ ഈ വരിയിൽ ആകെ എത്ര പേരേ ഉള്ളൂ? 8 പേരേ ഉള്ളൂ. അതിന്റെ റീസൺ എന്താണ്? ഞാൻ ഇതേ ആൾ വരെയുള്ള ആൾക്കാരെ എണ്ണി ഇല്ലേ? 1, 2, 3, 4, 5, 6 ഇയാളെ എണ്ണി. അടുത്ത കഴിഞ്ഞിട്ട് 1, 2, 3 ഇയാളെ വീണ്ടും എണ്ണി. അപ്പോൾ ഞാൻ ആ പെർട്ടിക്കുലർ വ്യക്തിയെ 2 തവണ കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ എടുത്തതിന് ശേഷം 6 3 കൂട്ടി 9 എടുത്തു. അതില് ഇയാള് 2 പ്രാവശ്യം വന്നു അല്ലേ? അപ്പൊ അതിൽ നിന്ന് ആ 1 കുറച്ചാൽ പോലെ, ഒരു തവണ കുറച്ചാൽ 8 എന്നുള്ള ആകെ എണ്ണം കിട്ടത്തില്ലേ ഈ വരിയില്? ഓക്കെ, അപ്പൊ മുന്നിൽ നിന്നുള്ള സ്ഥാനം അറിയാം, പിന്നിൽ നിന്നുള്ള സ്ഥാനം അറിയാം. അയാളുടെ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് 2 കൂടി എന്ത് ചെയ്യുക? കൂട്ടുക. കൂട്ടുമ്പോൾ നമ്മൾ ആ പെർട്ടിക്കുലർ ആളിനെ എത്ര തവണ കൗണ്ട് ചെയ്തു? 2 തവണ കൗണ്ട് ചെയ്തു. സോ ഒരു തവണ അതിൽ നിന്ന് കുറയ്ക്കാം. 9 - 1 8. ഈ സെയിം പരിപാടി നമുക്ക് ഇവിടെ ചെയ്യാൻ, ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനായിട്ട്. രഘുവിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 13-ാമനെന്നും പിന്നിൽ നിന്ന് 6-ാമനെന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ കുറെ വരകളൊന്നും ഇട്ട് നോക്കണ്ട, ജസ്റ്റ് ഇത്രയും ചെയ്താൽ മതി. 13 6 തമ്മിൽ കൂട്ടുക, എത്ര കിട്ടും? 13 6 19. അതിനുശേഷം അതിൽ നിന്ന് 1 കുറയ്ക്കാം. ഉത്തരം എത്രയാണ്? 18. ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? 18 പേരുണ്ട്. ഈ 1 വർഷത്തിന്റെ റീസൺ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ വ്യക്തി എത്ര തവണ കൗണ്ട് ചെയ്തു? 2 തവണ കൗണ്ട് ചെയ്തു. സോ ഒരു തവണ എന്ത് ചെയ്യാം? നമുക്ക് കുറയ്ക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 8 24 48 ഡാഷ്. അവിടെ നമ്മൾ അടുത്ത് വരുന്ന ടേം ആരാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് നോക്കാം. 0 എത്രയായി? 8 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ എത്ര കൂടി? ആദ്യം ഒരു 8 കൂടി ഇല്ലേ? അതിനുശേഷം 8 എത്രയായിട്ട് മാറി? 24 ആയിട്ട് മാറി. 8നോട് എത്ര കൂട്ടിയാൽ 24 കിട്ടും? അത് കണ്ടുപിടിക്കാനുണ്ട്. 24 8 കുറച്ചാൽ പോലെ 16 കിട്ടും. ഓക്കെ, അപ്പൊ 8 കൂടി, അതിനുശേഷം 16 കൂടി. അടുത്തായിട്ട് 24 എന്ന് പറയുന്നത് 48 ആകാനായിട്ട് എത്ര കൂടി കാണും? എത്ര കൂടി കാണും? 24 ഇരട്ടിയാണ് 48 അല്ലേ? അപ്പൊ അവിടെ 24 തന്നെ കൂടി കാണും. നമുക്കിവിടെ 8 16 24 ഈ കിടക്കുന്ന സംഖ്യകൾ, അതായത് കൂടി കൂടി പോയിരിക്കുന്ന സംഖ്യകൾ 8ന്റെ ടേബിളിലുള്ള ആൾക്കാരാണ് അല്ലെ? 1 8 2 8 3 8. അപ്പൊ അടുത്ത് എത്ര വരും? 4 8 വരും. 4 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 ഇല്ലേ? അപ്പൊ 48 32 കൂട്ടിയാൽ 80 എന്ന് കിട്ടും. അപ്പൊ എന്റെ ഉത്തരം എത്രയാണ്? 80. ഇതൊരു രീതി. ഇനി ഇതല്ല എങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഈ പാറ്റേണിനെ സോൾവ് ചെയ്യാം. ഈ 8ഉം 16ഉം എത്രയാണ് കൂടിയത്? 8 കൂടി. 16നോട് വീണ്ടും എത്ര കൂട്ടിയാൽ 24 കിട്ടും? 8 കൂടിയാൽ. അപ്പൊ വീണ്ടും എത്ര കൂട്ടണം? 8 കൂട്ടണം. അതായത് 8 16 24 32 സംഖ്യകൾ കാണുമ്പോൾ അത് 8ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് പാറ്റേൺ മനസ്സിലാകാത്ത ആൾക്കാർ എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇത്രയും കിട്ടി കഴിഞ്ഞിട്ട് എനിക്ക് ഐഡിയ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരിക്കൽ കൂടി ഡിഫറൻസ് കണ്ടു നോക്കുക. 8ഉം 16ഉം എത്ര കൂടി? 8 കൂടി. 16 24 ആകാൻ വീണ്ടും 8 കൂടി. അപ്പൊ വീണ്ടും എത്ര കൂടണം? 8 കൂടണം. 24നോട് 8 കൂട്ടിയാൽ 32. സോ 42 32 കൂട്ടിയാൽ 80. ഓക്കെ, ഒരു കോഡ് ഭാഷയില് സോഴ്സ് ഈക്വൽ ടു TNVQDD. ഓക്കെ, സോഴ്സ് എന്ന് പറയുന്ന ലെറ്ററിനെ വേറെ എന്തോ ഒക്കെ ആക്കി കോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ മൊബൈൽ ഈക്വൽ ടു ഡാഷ്. അപ്പോ സോഴ്സ് എന്ന് പറയുന്നതിന് എന്ത് ചെയ്തപ്പോഴാണ് ഈ കോഡ് കിട്ടിയതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതേ സെയിം പാറ്റേൺ അവിടെയും കൊടുക്കണം, ഇവിടെയും കൊടുക്കണം. നമുക്ക് ആദ്യം വാക്കൊന്ന് എഴുതാം. ഓക്കെ, മൊബൈൽ എന്ന് പറയുന്ന വാക്കോട് ഞാൻ ഇവിടെ എഴുതി വെച്ചു. അതുപോലെ താഴെ TNVQDD. നമുക്കിവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. PQRST. എസ് കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്ററാണ് ആര്? ടി. അപ്പൊ ഇവിടെ 1 കൂടി. എസ് എന്ന് പറഞ്ഞാൽ 1 കൂട്ടി എഴുതി. ഇനി MNO. N കഴിഞ്ഞ ലെറ്ററാണ് O. അപ്പൊ ഓക്ക് തൊട്ട് മുമ്പിലുള്ള ലെറ്ററാണ് N. സോ ഇവിടെ എന്ത് ചെയ്തു? 1 കുറച്ചെഴുതി ഇല്ലേ?
ഓ ഇവിടെ നമ്മൾ എം എൻ ഒ അല്ലെ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് കുറച്ച് എഴുതി. ഓയിൽ നിന്ന് ഒരു പൊസിഷൻ കുറച്ച ലെറ്ററാണ് ആര് എൻ എന്ന് പറയുന്നത്. പക്ഷെ എസ് കഴിഞ്ഞ് ഒന്ന് കൂട്ടിയ ആളാണ് ടി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യു കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്ററാണ് ആര് വി. സോ ഇവിടെ എന്ത് ചെയ്തു, വീണ്ടും ഒന്ന് കൂട്ടി എഴുതി. എന്നാൽ ആറിന് തൊട്ട് മുൻപിലുള്ള ലെറ്ററാണ് ആര് ക്യൂ. സോ ഒന്ന് കുറച്ച് എഴുതി. സി കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്ററാണ് ഡി. സോ ഒന്ന് കൂട്ടി എഴുതി. അതുപോലെ ഇക്ക് തൊട്ട് മുമ്പിലുള്ള ലെറ്ററാണ് ആര് ഡി. ഒന്ന് കുറച്ച് എഴുതി. അപ്പോൾ ഫസ്റ്റ് ലെറ്ററിനെ ഒന്ന് കൂട്ടി എഴുതുന്നു, അടുത്തേനെ ഒന്ന് കുറച്ച് എഴുതുന്നു, വീണ്ടും കൂട്ടി എഴുതുന്നു, കുറച്ച് എഴുതുന്നു. ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. നമുക്ക് ഇവിടെ നോക്കാം. എം കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് കൂട്ടണം, എൻ ആവും ഇല്ലേ. അടുത്തത് ഓ കഴിഞ്ഞാൽ ഓക്കെ അല്ല, ഓക്ക് തൊട്ട് മുമ്പിലുള്ള ആളിനെ വേണം എടുക്കാൻ. ഓക്ക് തൊട്ട് മുമ്പിൽ ആരാണ് എൻ തന്നെ. അടുത്തായിട്ട് ബി കഴിഞ്ഞാൽ ഒന്ന് കൂട്ടിയാൽ എഴുതാം, -1 +1 സോറി +1 -1 +1. ബി കഴിഞ്ഞാൽ സി. സോ എൻ എൻ സി. അടുത്ത ലെറ്റർ ഐക്ക് തൊട്ട് മുമ്പിലുള്ള ആൾ ആരാണ്, എച്ച് കഴിഞ്ഞല്ലേ ഐ വരുന്നത്. അപ്പോൾ ഐയിൽ നിന്ന് കുറച്ചാൽ എച്ച് കിട്ടും. സോ എച്ച്. അത് എല്ല് കഴിഞ്ഞിട്ട് ഞാൻ വരും. എല്ല് കഴിഞ്ഞാൽ ആരാണ്, എം ആണ് അല്ലെ, ഒന്ന് കൂട്ടിയാൽ. സോ എം. അതായത് ഇക്ക് തൊട്ട് മുമ്പിലുള്ള ആള്, ഇക്ക് തൊട്ട് മുമ്പിലുള്ള ആൾ ആരാണ്, നമുക്ക് ഇവിടെ തന്നെ അറിയാം. -1 ചെയ്താൽ ഡി കിട്ടും. സോ ഇതിന്റെ കോഡ് എന്ന് പറയുന്നത് NNCHMD. മൊബൈൽ എന്ന് പറയുന്നതിന്റെ കോഡ് ഇതാണ്. അപ്പൊ തന്നിരിക്കുന്ന ആളിന്റെ പാറ്റേൺ നോക്കാം, എന്തൊക്കെ ചെയ്താണ് മാറ്റം വരുത്തിയത് അതേ മാറ്റം എവിടെയും വരുത്തുക, രണ്ടാമത്തെ ആളിലും വരുത്തുക. ഇതിങ്ങനെ എഴുതി നോക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, എഴുതുന്നതിന് ഒരുപാട് സമയം എടുക്കരുത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, എത്രത്തോളം ഷോർട്ടസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷോർട്ടസ്റ്റ് ആയിട്ട് ചെയ്യാം. റീസണിങ് ക്വസ്റ്റ്യൻസ് പൊതുവെ എന്താണ്, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം മറ്റേ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇക്വേഷൻ കാണാതെ പഠിച്ച് വയ്ക്കുന്നു, അല്ലെങ്കിൽ മെത്തേഡ് കാണാതെ പഠിച്ച് വയ്ക്കുന്നു, അതേപടി തന്നെ ചോദിക്കും, നമുക്ക് എഴുതാം. പക്ഷെ റീസണിങ്ങിന്റെ പ്രത്യേകത ഈ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. എന്നാലും കഴിവതും എന്ത് ചെയ്യുക, സ്പീഡിൽ സോൾവ് ചെയ്യാനായിട്ട്. കോഡിങ്ങിന്റെ ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. പെന്റഗൺ ഈക്വൽ ടു QBO QBD PK, റെക്ടാങ്കിൾ ഈക്വൽ ടു ഡാഷ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം എന്ത് ചെയ്യുന്നു, ലെറ്ററിനെ ഒന്ന് എടുത്തെഴുതുക, പെന്റഗൺ. അതുപോലെ നമുക്ക് ഇവിടെ റെക്ടാങ്കിൾ കണ്ടുപിടിക്കാനുണ്ട്, റെക്ടാങ്കിൾ. ഓക്കെ, ഇതിന് താഴെ കോഡ് അവർ തന്നിട്ടുണ്ട്, QBO QBD PK. ഓക്കെ, QBO QBD PK. നമുക്ക് നോക്കാം, ഓരോ ലെറ്ററാണ് നോക്കാം. പി എന്ന് പറയുന്നത് എങ്ങനെ ക്യൂ ആയി, പി കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്ററാണ് ആര് ക്യൂ. ഓക്കെ, PQ. ഇനി ഇ ആണെങ്കിലോ, ബി കഴിഞ്ഞ് CDE മൂന്നാമത്തെ ലെറ്ററാണ്. അതായത് ബിയോട് CDE 3 കൂട്ടിയാൽ ആര് കിട്ടും, ഇ കിട്ടും. അപ്പൊ തിരിച്ച് എനിക്ക് ഇന്ന് ബിയോടല്ലേ പോകേണ്ടത്, എത്ര കുറയ്ക്കണം, 3 കുറയ്ക്കണം. അടുത്ത് N കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്ററാണ് O. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം, +1 -3 +1 അടുത്ത് എന്തായിരിക്കും, -3 ആയിരിക്കും. സോ Q കഴിഞ്ഞാൽ RST. Q കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെറ്ററാണ് T. അതായത് Qനോട് 3 കൂട്ടിയാൽ T കിട്ടും. അപ്പൊ തിരിച്ച് Tയിൽ നിന്ന് 3 കുറച്ചാൽ Q കിട്ടും. സോ അത് വീണ്ടും -3. നമ്മളിങ്ങനെ എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കണമെന്നില്ല. നമുക്കൊരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് സോൾവ് ചെയ്യാം. ഇനി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പിന്നെയും കൂടുതൽ സമയം പോകുന്നത്. നമുക്ക് ഇവിടെ തുടങ്ങാം. റെക്ടാങ്കിൾ R എന്ന് പറയുന്നത് തൊട്ടടുത്ത ആളായിട്ട് മാറും. ഓക്കെ, R കഴിഞ്ഞാൽ എന്താണ്, S. അടുത്തായിട്ട് 3 ലെറ്റർ പിന്നിലേക്ക് പോകണം. E എന്ന് പറയുന്ന 3 ലെറ്റർ പിന്നിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും, B ആയിട്ട് മാറും. നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണ്. അടുത്തായിട്ട് C എന്ത് ചെയ്യും, 1 ലെറ്റർ മുന്നിലേക്ക് പോകും, C കഴിഞ്ഞാൽ D. അടുത്തായിട്ട് T 3 ലെറ്റർ പിന്നിലേക്ക് പോകും, അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണ്. 3 ലെറ്റർ പിന്നിലേക്ക് പോയാൽ എന്താണ്, Q. ഓക്കെ, അടുത്തായിട്ട് A തൊട്ടടുത്ത ലെറ്റർ ആയിട്ട് മാറും, B ആകും. N 3 ലെറ്റർ പിന്നിലേക്ക് പോകും, 3 ലെറ്റർ പിന്നിലേക്ക് പോകുമ്പോൾ K കഴിഞ്ഞാൽ L M N. K കഴിഞ്ഞാൽ L M N. ഓക്കെ, അപ്പൊ ഇവിടെ 3 ലെറ്റർ പിന്നിലേക്ക് പോയാൽ ആര് വരും, K വരും. വീണ്ടും G കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ ആരാണ്, H. സോ L തൊട്ട് പിറകിലേക്ക് പോകുമ്പോൾ I ആണ്. I കഴിഞ്ഞാൽ J K L. സോ I. E എന്ന് പറയുന്ന ആരായിട്ട് മാറും, F. തൊട്ട് മുന്നിലെത്താണ്. അപ്പോൾ FBD QBK HIF എന്ന് പറയുന്നതാണ് റെക്ടാങ്കിൾ എന്ന് പറയുന്ന വാക്കിന്റെ കോഡ്. നമുക്ക് നമ്മുടെ എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് ഒരു ആദ്യത്തെ 4 പേരെ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയാവും. കാരണം നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷനിൽ നിന്ന് എനിക്കിപ്പോൾ ഇവിടെ എല്ലാം കൂടെ ഓപ്ഷൻ കൂടെ എഴുതി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് പ്രയാസമായിരിക്കും, എല്ലാം കൂടെ എഴുതിയിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഓപ്ഷൻ എഴുതാത്തത്. നമുക്ക് പരീക്ഷാ ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് ആദ്യത്തെ 4 പേരെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. 4 പേരെയോ അല്ലെങ്കിൽ ചിലപ്പോൾ തുടക്കത്തിൽ ആൾ തന്നെ SC തുടങ്ങുന്ന ഒരു ഓപ്ഷൻ കാണും, B തുടങ്ങുന്ന ഒരു ഓപ്ഷൻ കാണും, C തുടങ്ങുന്ന ഒരു ഓപ്ഷൻ, Z തുടങ്ങുന്ന ഒരു ഓപ്ഷൻ, അങ്ങനെയാണുള്ളതെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ എല്ലാവരെയും കണ്ടുപിടിക്കണ്ട. ഫസ്റ്റത്തെ ആളിനെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം എസ്സിലാണ് തുടങ്ങുന്നത്. ബാക്കി 3 ഓപ്ഷൻ എന്തല്ല, എസ്സിലല്ല തുടങ്ങുന്നത്. സോ അവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. അപ്പോൾ എല്ലാം സോൾവ് ചെയ്തുകൊണ്ടിരിക്കണ്ട.
നമുക്ക് യൂണീക്ക് ആയിട്ട് ഒരു ഓപ്ഷൻ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ എപ്പോൾ പറ്റുമോ അവിടെ വെച്ച് നമുക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് അതങ്ങ് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യകൾ 4 സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഒറ്റയാൻ ആരെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ കുറച്ച് സംഖ്യകൾ തരുമ്പോൾ ഒറ്റയാൻ, നമ്മൾ നേരത്തെ ഒരു പാറ്റേൺ വെച്ചിട്ടുള്ള ഒരു ചോദ്യം പറഞ്ഞു ഇല്ലേ, 8 × 9, 9 × 10 അങ്ങനെ എഴുതി പോവാം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു നമ്പർ കൂടി പോകുന്ന രീതിയിൽ നോക്കാം. അല്ലാതെ ഏകദേശം എല്ലാ ചോദ്യങ്ങളും പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ, ഓഡ്, ഈവൻ, പെർഫെക്റ്റ് സ്ക്വയർ, ക്യൂബ് അങ്ങനെയൊക്കെയുള്ള ലോജിക് വെച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. നമുക്ക് ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ പെട്ടെന്ന് സീക്വൻസ് നോക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അതെന്തെങ്കിലും സ്ക്വയർ ആണോ, ക്യൂബ് ആണോ, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ആണോ, ക്യൂബ് റൂട്ട് ആണോ, അല്ലെങ്കിൽ പ്രൈം നമ്പർ ആണോ എന്നൊക്കെയുള്ളത് ആദ്യം നോക്കണം. അതൊന്നും അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പാറ്റേണിലേക്ക് ചിന്തിക്കുക. ഇവിടെ നമുക്ക് 61, 71, 41, 91 നോക്കാം. 61 എന്ന് പറയുന്ന സംഖ്യ എന്ത് നമ്പറാണ്? പ്രൈം നമ്പർ ആണ് ഇല്ലേ. 61 എന്ന് പറയുന്നതിന് 1ഉം 61 മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. 71 പ്രൈം നമ്പർ ആണ്, 41 പ്രൈം നമ്പർ ആണ്. പക്ഷെ 91 എന്ന് പറയുന്നത് എന്തല്ല? പ്രൈം നമ്പർ അല്ല. 91 നമുക്ക് എങ്ങനെ എഴുതാം? 7 × 13 കൂടി എഴുതാൻ പറ്റും. സോ 1ഉം 7ഉം 13ഉം 91 എല്ലാം എന്താണ്? അതിന്റെ ഫാക്ടേഴ്സ് ആണ്. സോ ഇവിടെ 3 പേര് പ്രൈം ആണ്, ഒരാൾ പ്രൈം അല്ല. അപ്പോൾ ഒറ്റയാൻ ആരാണ്? ആ 91 ആണ്. ഇനി ഇവിടെ രണ്ടാമതൊരു കാര്യം ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് 61 പ്രൈം അല്ല, പ്രൈം ആണ്, 71 പ്രൈം ആണ്, 41 പ്രൈം ആണെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് നോക്കാം. ലോകത്തില് പ്രൈം നമ്പർ ആയിട്ടുള്ള എല്ലാ സംഖ്യകളും 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ തൊട്ടപ്പുറം ഇപ്പുറമായിട്ടായിരിക്കും കിടക്കുന്നത്. എക്സാമ്പിളിന് 6, 12, 18, 24 എക്സെട്രാ എന്ന് പറഞ്ഞു പോകും ഇല്ലേ. 6ന് ഇപ്പുറത്ത് ആരുണ്ട്? 5 ഉണ്ട്, തൊട്ടപ്പുറത്ത് 7 ഉണ്ട്. ഇവിടെ 11 ഉണ്ട്, 13 ഉണ്ട്, ഇവിടെ 17 ഉണ്ട്, 19 ഉണ്ട്, ഇവിടെ 23 ഉണ്ട്, 25 ഉണ്ട്. ഇതിൽ 25 എന്ന് പറയുന്ന സംഖ്യ പ്രൈം അല്ല. അതായത് ചില സംഖ്യകൾ എന്ത് വരും? എക്സെപ്ഷൻ ആയിട്ട് വരും. ചില സംഖ്യകൾ പ്രൈം അല്ലാതെ വരും. അത് 5ന്റെയോ 7ന്റെയോ ഒക്കെ ടേബിളിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ പ്രൈം അല്ലാതെ വരും. ബാക്കി അല്ലാതെ ഈ കിടക്കുന്ന ആൾക്കാരെല്ലാം എന്താണ്? പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ തൊട്ടടുത്ത് ഒരു 6ന്റെ ഗുണിതം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. 61ന്റെ തൊട്ടടുത്ത് 60 എന്ന് പറയുന്ന സംഖ്യയില് 59ഉം 61ഉം വരും. സോ 61 എന്താണ്? പ്രൈം ആണ്. ഇനി അടുത്ത് 71 എടുക്കാം. 72 എന്ന് പറയുന്ന 6ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 71ഉം 73ഉം അതിന്റെ രണ്ട് സൈഡിലായിട്ട് വരും. 71 പ്രൈം ആണ്. അടുത്ത 40 എടുത്തു കഴിഞ്ഞാൽ 42 6ന്റെ ഗുണിതമാണ്. സോ 41ഉം 43ഉം എന്തായിട്ട് വരും? പ്രൈം ആയിട്ട് വരും. പക്ഷെ 90 എന്ന് പറയുന്ന സംഖ്യ എടുക്കുമ്പോൾ ഇവിടെ 89ഉം വരും, ഇവിടെ 91ഉം വരും. ഞാൻ പറഞ്ഞു 5ന്റെയോ 7ന്റെയോ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ആൾക്കാർ എന്താവത്തില്ല? പ്രൈം ആവത്തില്ല. 89 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ആണ്. പക്ഷെ 91 എന്ന് പറയുന്നത് എന്തല്ല? 7ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് പ്രൈം അല്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, അവർ 5ന്റെയോ 7ന്റെയോ ടേബിളിൽ വരുമോ. 5ന്റെ ടേബിളിൽ വരുമോ ഇല്ലേ നമുക്ക് നമ്പർ നോക്കി തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ. അവസാനം 5ഓ 0ഓ ആയിരിക്കും. 7ന്റെ ടേബിളിൽ വരുമോ എന്ന് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിൽ ചിന്തിച്ച് നോക്കുകയോ എന്തെങ്കിലും ചെയ്ത് നോക്കുക. 7ന്റെ ടേബിൾ പറഞ്ഞു നോക്കുക. അപ്പോൾ അതാണ് നമുക്ക് പ്രൈം നമ്പർ കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിലുള്ള ഒരു രീതി. അതായത് പ്രൈം നമ്പറുകളെല്ലാം എങ്ങനെയായിരിക്കും വരുന്നത്? 6ന്റെ ടേബിളിന്റെ തൊട്ടടുത്ത സംഖ്യകളായിട്ടായിരിക്കും വരുന്നത്. 6ന്റെ ടേബിളിൽ വരുന്ന ആൾക്കാരുടെ ഇടവും വലവുമായിട്ടായിരിക്കും വരുന്നത്. ചില സംഖ്യകൾ എക്സെപ്ഷൻ ഉണ്ട്. അത് ഏതാണ്? 5ന്റെയോ 7ന്റെയോ ടേബിളിൽ വരുന്ന ആൾക്കാർ. അപ്പോൾ ആ സംഖ്യകൾ ആദ്യം 6ന്റെ ടേബിളിൽ അടുത്ത് വരുമോ നോക്കുക. വരുമെങ്കിൽ അത് 5ന്റെയോ 7ന്റെയോ ടേബിളിൽ വരുമോ നോക്കുക. ഈ രണ്ട് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ അത് എന്തായിരിക്കും? പ്രൈം ആയിരിക്കും. ഓക്കെ. അടുത്ത ചോദ്യം 3, 7, 19, 55 ഡാഷ്. അടുത്ത ആൾ ആരാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ ഇതിന് പാറ്റേൺ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. 3നോട് 4 കൂട്ടിയാൽ എന്ത് കിട്ടും? 7 കിട്ടും. അടുത്തായിട്ട് 7നോട് 12 കൂട്ടിയാൽ 19 കിട്ടും. അടുത്തായിട്ട് 19നോട് 36 കൂട്ടിയാൽ എന്ത് കിട്ടും? 55 കിട്ടും. അപ്പൊ ആദ്യം 4 വന്നു, പിന്നെ 12 വന്നു, 36 വന്നു. പ്രത്യേകിച്ച് എനിക്ക് പാറ്റേൺ ഒന്നും തോന്നുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് വേണമെങ്കിൽ രണ്ടാമതൊരു പാറ്റേൺ എടുക്കാം. അങ്ങനെ രണ്ടാമത് പാറ്റേൺ അവിടെയും ഐഡിയ തോന്നിയില്ല. അതായത് ഇവരുടെ ഡിഫറൻസുകളെ പാറ്റേൺ ആക്കി എഴുതാം. അടുത്ത അതിനെ വീണ്ടും ഒരു ഡിഫറൻസ് പാറ്റേൺ ആക്കി എഴുതാം. അങ്ങനെ വേണമെങ്കിൽ എനിക്ക് ചിന്തിച്ചു പോവാം. അതിന് ഇവിടെ വെച്ച് നോക്കി 4, 12, 36. 4നെ ഇൻറ്റു 3 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 12 കിട്ടും. ആ 12നെ ഇൻറ്റു 3 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 36 കിട്ടും. സോ 36നെ ഇൻറ്റു 3 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? അടുത്ത് വരേണ്ട ഡിഫറൻസ് കിട്ടും. 36നെ 3 കൊണ്ട് ഗുണിച്ചാൽ 30 × 3 90, 6 × 3 18, 90, 18, 108. സോ അടുത്ത് എത്ര കൂടണം? 108 ഇൻക്രീസ് ആവണം. 55നോട് 108 കൂട്ടുമ്പോൾ ആദ്യം 100ഉം 50ഉം കൂട്ടാം. 150, 5 വെട്ടും കൂട്ടുമ്പോൾ 13, 150, 13, 163 എന്ന് വരും. ഓക്കെ. അപ്പൊ ഇവിടെ വീണ്ടും വീണ്ടും പാറ്റേൺ എടുത്ത് പോകുന്നതിനേക്കാളും ചില ക്വസ്റ്റ്യനിലൊക്കെ ഇങ്ങനെ നമ്മൾ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് പാറ്റേൺ എടുത്താലും കിട്ടാതിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ. ചില ക്വസ്റ്റ്യൻ ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ആദ്യം ഡിഫറൻസ് എടുത്തു. ആ ഡിഫറൻസിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്? 3 വെച്ച് ഗുണിച്ചാണ് പോയിരിക്കുന്നത്. സോ അടുത്തൊക്കെ എന്ത് ചെയ്യാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. വരുന്ന പരീക്ഷയ്ക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതിന്റെ ബാക്കി പോർഷൻ ഇനി നമുക്ക് മെന്റൽ എബിലിറ്റി ഇത്രയൊന്നും അല്ല, ഇനി ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്, ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.